മധുരമൊക്കെ ഇഷ്ടമുള്ള എല്ലാവർക്കും ഒരുപാട് മെനക്കേടൊന്നുമില്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന അടിപൊളിയായുള്ള ഒരു ലഡുവിന്റെ റെസിപ്പി ആട്ടോ ഇന്നത്തേത്. നമ്മുടെ പാലും അതേപോലെ തന്നെ അവലും പഞ്ചസാരയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ ഒരു പ്ലേറ്റ് നിറയെ ലഡു നമുക്ക് കിട്ടും കേട്ടോ. എല്ലാവരും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കി അടിപൊളിയായിട്ടിരുന്ന് കഴിക്കുക. കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ അവലാണ് ഒന്ന് റെഡിയാക്കി എടുക്കേണ്ടത്. അതിനായിട്ട് ഞാൻ 250 ml കപ്പിന് 1 കപ്പ് നിറച്ച് തന്നെ അവലെടുത്തിട്ടുണ്ട് കേട്ടോ. ഏത് അവലാണെങ്കിലും കുഴപ്പമില്ല. വെള്ള അവലോ അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ചുമന്ന അവലോ ഏതാണെങ്കിലും കുഴപ്പമില്ല. 1 കപ്പ് അവലെടുത്ത് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കരുതേ. അതിനുശേഷം ഇതേപോലെ കൈവച്ച് നന്നായിട്ട് തന്നെ ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് അവലൊക്കെ ആണെന്നുണ്ടെങ്കിലും ശരിക്കും ഒന്നിങ്ങനെ നനച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടതാ ഇതുപോലെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആയി വരുമ്പോൾ തന്നെ അവലൊക്കെ ശരിക്കും ഒന്നുകൂടെ നനഞ്ഞ് കുതിർന്ന് വന്നോളൂ കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, 2-3 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം മതി. ഇനിയിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അവല് നല്ലോണം തന്നെ ഒന്നുകൂടെ ഫ്രൈ ചെയ്തും കൂടി എടുക്കണം. അതിനായിട്ട് 1 ടീസ്പൂൺ നെയ്യൊന്ന് ചൂടാക്കി എടുക്കുക. ഇതിനകത്തേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന അവലും കൂടി ചേർത്ത് കൊടുക്കാം. ഗ്യാസിന്റെ ഫ്ലെയിം ഒരു മീഡിയം അല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. കൈയെടുക്കാതെ തന്നെ നന്നായിട്ട് തന്നെ ഒന്നുകൂടി ഇളക്കി ഇതുപോലെ ശരിക്കും അവലിലേക്കൊക്കെ നന്നായിട്ട് ചൂട് കയറി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ എടുക്കുന്ന അവലിനനുസരിച്ചിട്ട് വേണം കേട്ടോ തേങ്ങ ചിരകിയത് ചേർക്കാനായിട്ട്. ഞാനിപ്പോൾ 1 കപ്പ് അവലെടുത്തതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 2-3 കപ്പൊക്കെ അവലാണ് എടുക്കുന്നതെങ്കിൽ അതനുസരിച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്നും കൂടി ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരത്തിനായിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ റവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്നും കൂടി മിക്സ് ആക്കി ശരിക്കും ഒന്നും കൂടി കുറുകി പാനിൽ നിന്നൊക്കെ നല്ലോണം ഒന്നും കൂടി വിട്ട് വരുന്ന പരുവാവുന്നവരെ ഇളക്കി കൊടുക്കണേ. കണ്ടത് ഇതുപോലെ. ഈ സമയത്തൊക്കെയും ഗ്യാസിന്റെ ഫ്ലെയിം ഒരു മീഡിയത്തിൽ മാത്രമാട്ടോ വെച്ചിരുന്നത്. ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടി കാഷ്നട്ട് പൊടിയായിട്ട് ഒന്ന് കട്ട് ചെയ്തും അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫുഡ് കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയം ആഡ് ചെയ്യാം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു നുള്ള മഞ്ഞപ്പൊടിയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്നുകൂടി മിക്സ് ചെയ്ത് ശരിക്കും പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന നല്ല കട്ടിയായിട്ട് വരുന്ന ആ ഒരു പരുവാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ചൂടോടുകൂടി തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടുണ്ട്, നമുക്ക് കൈകൊണ്ട് തൊടാനൊന്നും പറ്റാത്ത അത്ര നല്ല ചൂടുണ്ട് കേട്ടോ. വലിയ ചൂടൊക്കെ ഒന്ന് ആറി വരുമ്പോൾ ഇതുപോലെ കൈവച്ച് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ കുഴച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബദാമോ അല്ലാന്നുണ്ടെങ്കിൽ മുന്തിരിയൊക്കെ ചേർക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കളറിന് വേണ്ടി ഒരു പിഞ്ച് മാത്രം മഞ്ഞപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞപ്പൊടി ഒരുപാട് കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം, കൂടിപ്പോയി കഴിഞ്ഞാൽ മഞ്ഞളുടെ കുത്തുണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മുടെ നെയ്യും മഞ്ഞപ്പൊടിയും അവലും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നുകൂടി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇനിയിപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ ലഡുവിന്റെ ഷേപ്പ് ആക്കി എടുക്കലാണ് ചെയ്യുന്നത്. നമ്മൾ നെയ്യൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ കയ്യിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ലഡുവിന്റെ ഷേപ്പ് ആക്കി നമുക്ക് ഇങ്ങനെ എടുക്കാം. അതിനുശേഷം കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ നല്ലോണം തന്നെ ഒന്നുകൂടെ കവർ ചെയ്തും കൂടി എടുക്കുന്നുണ്ട്. ഇതൊന്നും നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇതേപോലെ ബാക്കി എല്ലാ മിക്സും നമുക്ക് ലഡുവിന്റെ ഷേപ്പ് ആക്കി ഇതേപോലെ കോക്കനട്ടിൽ നല്ലോണം തന്നെ ഒന്നുകൂടെ കവർ ചെയ്തെടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഒന്നും കൂടി ഒന്ന് തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അങ്ങനെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ അവലും അതേപോലെ തന്നെ പാലും പഞ്ചസാരയും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ മീഡിയം വലുപ്പത്തിലുള്ള ഒരു 11 ലഡു കേട്ടോ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഷേപ്പിനനുസരിച്ച് എണ്ണത്തിലും ചെറുതായിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ഒന്ന് വ്യത്യാസം വന്നിരിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കുക. കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക കേട്ടോ. അതേപോലെ തന്നെ വീഡിയോ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പം നമുക്ക് ഇതേപോലുള്ള നല്ല അടിപൊളിയായ വീഡിയോസ് റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.